ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആയിരുന്നു. അതിൽ നമ്മളൊരു 6 ടൈപ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് 4 ടൈപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, ഡിസ്ചാർജ് ബൈ അഗ്രിമെൻറ്റ്, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം ആൻഡ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഇനി അതിലൊരു 2 ടൈപ്പും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസും ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്താണെന്ന് നോക്കാം. ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഈസ് or becomes impossible due to its own nature or due to some reasons which are beyond the control of the parties. ഒരു കോൺട്രാക്റ്റ് ചില കേസുകളിൽ പെർഫോം ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. സോ അങ്ങനെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കണക്കാക്കും. ഇങ്ങനെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്തത് ചിലപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ നാച്ചുറൽ അങ്ങനെ ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, ചിലപ്പം നിയമത്തിൽ വല്ല ചേഞ്ചസും വരാം, അല്ലെങ്കിൽ വാർ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കോൺട്രാക്റ്റ് പിന്നെ പെർഫോം ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരാം. സോ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻസിനും കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കണക്കാക്കും. ഇനി ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അത് 2 തരത്തിലാകാം. ഒന്നെങ്കിൽ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഓർ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നോൺ ഇമ്പോസിബിലിറ്റി ആൻഡ് അൺനോൺ ഇമ്പോസിബിലിറ്റി. അപ്പോൾ ആദ്യം ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഇമ്പോസിബിലിറ്റി വിച്ച് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആണെങ്കിൽ അതിനെയാണ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 56, ആൻ അഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ്. കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 56 പറയുന്നുണ്ട് ഇമ്പോസിബിൾ ആക്ട് ചെയ്യാനുള്ള ഒരു അഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. സോ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി നിലനിൽക്കുന്ന ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വോയിഡ് ആയിരിക്കും. കാരണം ആ പോസിബിൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി നിർണ്ണയിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. സോ പോസിബിൾ പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് വിൽ ബി വോയിഡ്. സോ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയുടെ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. ദെൻ ഇറ്റ് മേ ബി നോൺ ഓർ അൺനോൺ. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. നോൺ ഇമ്പോസിബിലിറ്റി ഉണ്ട്, അൺനോൺ ഇമ്പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോൺ ഇമ്പോസിബിലിറ്റി. ഇഫ് ദ ഇമ്പോസിബിലിറ്റി ഈസ് നോൺ ടു ദി പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ദ അഗ്രിമെന്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആണ് എന്നുള്ളത് ആ പാർട്ടീസിന് അറിയുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതാണ് നോൺ ഇമ്പോസിബിലിറ്റി. കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ കോൺട്രാക്റ്റിലെ പാർട്ടീസിന് അറിയാം ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് അറിയുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ആ അഗ്രിമെന്റിനെ വോയിഡ് അബ് ഇനീഷ്യോ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ അഗ്രിമെന്റ് ടു ഡിസ്കവർ ട്രഷർ. ദെൻ അൺനോൺ ഇമ്പോസിബിലിറ്റി. ഇമ്പോസിബിലിറ്റി അൺനോൺ ടു എനി ഓഫ് ദ പാർട്ടി അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട്. അതായത് ചില കേസുകളിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് പാർട്ടീസിന് ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആണ് എന്ന കാര്യം അറിയുന്നുണ്ടാവില്ല. അതാണ് അതിനെ അൺനോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് ആസ് സൂൺ ആസ് ദ ഇമ്പോസിബിലിറ്റി ഈസ് ഡിസ്കവേർഡ്. അത്തരം കേസിൽ, അതായത് പാർട്ടീസിന് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം അറിയാത്ത കേസുകളിൽ എപ്പോഴാണോ അവർ ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് അപ്പം മുതൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എക്സാമ്പിൾ അഗ്രിമെന്റ് ടു സെൽ ഹോഴ്സ് വിച്ച് ഈസ് ഡെഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദി അഗ്രിമെന്റ്. 2 പാർട്ടീസ് അവർ ഒരു കുതിരയെ വിൽക്കാനുള്ള അഗ്രിമെന്റ് ആണ് ഫോം ചെയ്യുന്നത്. അഗ്രിമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കുതിര ഡെഡ് ആണ് എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. അതറിയാതെ അവർ അഗ്രിമെന്റ് എൻ്റർ ചെയ്യുന്നു. സോ അവരെപ്പോഴാണോ ആ കുതിര ഡെഡ് ആയിരുന്നു എന്ന് അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് തന്നെ ആ അഗ്രിമെന്റ് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. Then second one, subsequent or supervening impossibility. Subsequent impossibility means
impossibility which does not exist at the time of making the contract but which arises subsequently after the formation of the contract. ചില കേസുകളിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർഫോമൻസ് പോസിബിൾ ആയിരിക്കും. പക്ഷെ കോൺട്രാക്റ്റ് ഫോം ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരാം. അതിനെയാണ് നമ്മൾ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആയിരുന്ന ഒരു കാര്യം കോൺട്രാക്റ്റ് ഫോം ചെയ്തതിന് ശേഷം ഇമ്പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സബ്സിക്വന്റ് ഓർ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ദ കോൺട്രാക്ട് വോയിഡ് ആൻഡ് ദ പാർട്ടീസ് ആർ ഡിസ്ചാർജ്ഡ് ഫ്രം ദെയർ ഒബ്ലിഗേഷൻ. ഇത്തരം കേസിൽ ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അതിലെ പാർട്ടീസിന്റെ ഒബ്ലിഗേഷൻസിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ദെൻ ഇവിടെ സബ്സിക്വന്റ് ഓർ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആകുന്നത് കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം. ദെൻ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് ആക്ട് ബിക്കംസ് അൺലോഫുൾ ബൈ റീസൺ ഓഫ് സം ഇവന്റ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പ്രോമിസർ. ഇവിടെ ആ ആക്ട് ഇമ്പോസിബിൾ അല്ലെങ്കിൽ അൺലോഫുൾ ആകുന്നത് പ്രോമിസറിന്റെ പരിധിയിലുള്ള ഒരു കാര്യമാകരുത്. പ്രോമിസറിന്റെ പരിധിയിലുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രോമിസറിന്റെ കൺട്രോളിലുള്ള ഒരു കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്നത് കൊണ്ട് അതിന് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. പ്രോമിസറിന്റെ കൺട്രോൾ ഇല്ലാത്ത ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അൺലോഫുൾ ആണ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് ആ ആക്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. ദെൻ മറ്റൊരു കണ്ടീഷൻ, ദ ഇമ്പോസിബിലിറ്റി മസ്റ്റ് നോട്ട് ബി ദ റിസൾട്ട് ഓഫ് ദി ആക്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ദി പ്രോമിസർ ഹിംസെൽഫ്. ചില കേസുകളിൽ കോൺട്രാക്റ്റ് പെർഫോമൻസ് ഇമ്പോസിബിൾ ആകുന്നത് പ്രോമിസറിന്റെ കയ്യിലിരിപ്പുണ്ടാവാം. അതായത് പ്രോമിസർ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രോമിസർ എന്തെങ്കിലും പരിഗണിക്കാതെ അവരെന്തെങ്കിലും അവഗണിക്കുന്നത് കൊണ്ടോ ഒക്കെ ആവാം. അത്തരം കേസുകളിൽ അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ അതാണ് പറയുന്നത് ആ കോൺട്രാക്റ്റ് പെർഫോമൻസ് ഇമ്പോസിബിൾ ആകുന്നത് പ്രോമിസറിന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അനാസ്ഥ കൊണ്ടോ ആകരുത് എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ, X and Y contract to marry each other. Before the time fixed, X goes mad. The contract becomes void. Xും Yയും പരസ്പരം വിവാഹം ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണ്. അതിൽ വിവാഹ ദിവസത്തിന് മുമ്പേ എക്സ് മാഡായിപ്പോയി, അവർക്ക് ഭ്രാന്ത് വന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എക്സും വൈയും തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഇവിടെ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എക്സ് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതേസമയം കോൺട്രാക്റ്റ് ഫോം ചെയ്തതിന് ശേഷം ആ പെർഫോം ചെയ്യേണ്ട ദിവസത്തിന് മുമ്പേ ആണ് ഈ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് കൺസെപ്റ്റ് ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ ഇൻ ഇംഗ്ലീഷ് ലോ. അതായത് ഈ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റിയെ ഇംഗ്ലീഷ് ലോയിൽ വിളിക്കുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. അതായത് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫോം ചെയ്യുകയും പിന്നീട് അത് ഇമ്പോസിബിളായി മാറുകയും ചെയ്യുമ്പോൾ ആ പാർട്ടീസിന് അത് പെർഫോം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് ഇംഗ്ലീഷ് ലോ വിളിക്കുന്നത്. ദെൻ കേസസ് ഓഫ് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി. ഇങ്ങനെ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി വരുന്ന ചില കേസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, when the subject matter of a contract subsequent to its formation is destroyed without any fault of the parties to the contract, the contract is discharged. അതായത് കോൺട്രാക്റ്റിന്റെ സബ്ജക്ട് മാറ്റർ നശിക്കുന്ന അവസ്ഥ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാറ് വിൽക്കാൻ വേണ്ടി കോൺട്രാക്റ്റിലൊക്കെ എന്ത് ചെയ്തു, പിന്നീട് കാറിന് തീ പിടിക്കുകയും ചെയ്തുകൊണ്ട് കാറ് നശിച്ചു പോയാൽ പിന്നെ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ കോൺട്രാക്റ്റിന്റെ സബ്ജക്ട് മാറ്റർ നശിക്കുന്നത് മൂലം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം. അതാണ് ഒരു സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റിക്കുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ കോൺട്രാക്റ്റഡ് ടു സെൽ എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് പൊട്ടാറ്റോസ് to be grown on his farms. The crop largely failed. Hence the contract was discharged. അതായത് എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഫാമിലുള്ള പൊട്ടാറ്റോ വിളവെടുപ്പ് കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തു. പക്ഷെ ആ വിള പരാജയപ്പെട്ടു. അത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ആ പൊട്ടാറ്റോസ് സെല് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി. അതായത് ഇവിടെ പൊട്ടാറ്റോസ് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയുള്ള ഒരു കാര്യം എന്ന് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത്.
പക്ഷെ പിന്നീട് ആ സബ്ജക്ട് മാറ്റർ പൊട്ടാറ്റോ നശിച്ചത് കൊണ്ടാണ് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ കഴിയാതെ വന്നത്. അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. Then മറ്റൊരു കേസ്, എ കോൺട്രാക്ട് മേ ബിക്കം ഇമ്പോസിബിൾ ഓഫ് പെർഫോമൻസ് ഓർ ഇൻകാപ്പബിൾ ഓഫ് പെർഫോമൻസ് ബൈ റീസൺ ഓഫ് ദി ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് സം പേഴ്സൺ whose continued life and health is necessary for the performance of the contract. ചില കേസുകളിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആകുന്നത് ആ കോൺട്രാക്റ്റിന്റെ പെർഫോം ചെയ്യേണ്ട വ്യക്തിയുടെ മരണോ അല്ലെങ്കിൽ അയാളുടെ ഇൻകപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് കോൺട്രാക്ട് പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിൽ ആ പാർട്ടി മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ, എ ആൻഡ് ബി കോൺട്രാക്ട് ടു മാരി ഈച്ച് അതർ ബിഫോർ ദ ടൈം ഫിക്സഡ് ഫോർ മാരേജ് എ ഗോസ് മാറ്റ് ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. എയും ബിയും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. വിവാഹ ദിവസത്തിന് മുമ്പേ എക്ക് ഭ്രാന്ത് വന്നു. ഇവിടെ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ആ എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻകപ്പാസിറ്റി ആണ് ഈ കോൺട്രാക്ട് ഇമ്പോസിബിൾ ആകാനുണ്ടായ കാരണം. ദെൻ മറ്റൊരു കേസ്, കോൺട്രാക്ട്സ് വിച്ച് ആർ ലോഫുൾ വെൻ മെയ്ഡ് ബട്ട് ബിക്കംസ് അൺലോഫുൾ ലേറ്റർ ബൈ റീസൺ ഓഫ് ചേഞ്ച് ഇൻ ലോ ബിക്കം ഇമ്പോസിബിൾ ഓഫ് പെർഫോമൻസ്. ചില കേസുകളിൽ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് ലോഫുൾ ആയ ഒരു കാര്യം പിന്നീട് കോൺട്രാക്ട് ഫോം ചെയ്തതിനു ശേഷം അൺലോഫുൾ ആയിട്ടുണ്ടാകാം. അത്തരം കേസുകളിലും കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ട് മാറും. എക്സാമ്പിൾ, എ എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ബി ഓൺ 1st March ഫോർ ദ സപ്ലൈ ഓഫ് ചൈന സിൽക്ക് ടു ബി ഇമ്പോർട്ടഡ് in the month of September of the same year. In June, by an act of parliament, the import of such silk is banned. The contract is discharged. അതായത് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. 1st മാർച്ചിന് ചൈന സിൽക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള 1st മാർച്ചിന് കോൺട്രാക്ട് എൻറ്റർ ചെയ്തു. ചൈന സിൽക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സെപ്റ്റംബർ മാസത്തിൽ. പക്ഷെ സെപ്റ്റംബർ മാസത്തിൽ അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ ജൂൺ മാസത്തിൽ പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി ചൈന സിൽക്ക് ബാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ട് ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ ഈ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പിന്നെ കഴിയില്ല, അവിടെ ഒരു നിയമം വന്നതുകൊണ്ട്. സോ ഇങ്ങനെ ചേഞ്ച് ഇൻ ലോ കാരണം ചില പെർഫോമൻസുകൾ ഇമ്പോസിബിൾ ആകാം. ദെൻ മറ്റൊരു കേസ്, എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് വാർ റിമെയിൻ സസ്പെൻഡഡ് ഡ്യൂറിങ് ദി വാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാർ ഡിക്ലെയർ ചെയ്താൽ ആ വാർ ഏത് രാജ്യമായിട്ടാണോ വാർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ രാജ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ആലിയൻ എനിമി ആയിട്ട് മാറും. ആലിയൻ എനിമിയുമായുള്ള കോൺട്രാക്ട് എപ്പോഴും വോയിഡ് ആണ്. സോ ചില കേസുകളിൽ ഒരു ഫോറിനറുമായി കോൺട്രാക്ട് എൻ്റർ ചെയ്യുകയും കോൺട്രാക്ട് എൻ്റർ ചെയ്തതിന് ശേഷം ആ ഫോറിൻ കൺട്രിയുമായി നമ്മുടെ രാജ്യം വാർ ഡിക്ലെയർ ചെയ്താൽ പിന്നെ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. Example, a contract to take in cargo for B at a foreign port. As government afterwards declares war against the country in which the port is situated, the contract becomes void when war is declared. So എയും ബിയും ഒരു കാർഗോ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. ഇവിടെ എന്റെ ഗവൺമെന്റ് ആ ബിന്റെ രാജ്യവുമായി വാർ ഡിക്ലെയർ ചെയ്താൽ പിന്നെ എക്ക് ആ സാധനം ഡെലിവറി ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ആ വാർ ഡിക്ലെയർ ചെയ്ത രാജ്യം പിന്നെ ഏലിയൻ എനിമിയായി മാറും. സോ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. ദെൻ മറ്റൊരു കേസ്, വെൻ എ കോൺട്രാക്ട് ഈസ് എൻറ്റേർഡ് ഇൻ ടു ബിറ്റ്വീൻ ടു പാർട്ടീസ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓർ occurrence of a particular state of things, but there is change in the state of things or state of things which ought to have occurred does not occur, the contract is discharged. ചില കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ആ കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ചേഞ്ചസ് വരാം. അത്തരം സിറ്റുവേഷനിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി നിലനിൽക്കുന്ന സമയത്ത് അവരൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്തു. പക്ഷേ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ആ കമ്പനി ഡിസോൾവ് ചെയ്ത് പോവുകയാണ്, കമ്പനി പിന്നെ നിലനിൽക്കുന്നില്ല. അത്തരം കേസിൽ പിന്നെ കമ്പനിക്ക് കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. സോ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ഓഫ് തിങ്സ് ചേഞ്ചസ് വരുമ്പോൾ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ കേസസ് വേർ ദ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ഈസ് നോട്ട് അപ്ലിക്കബിൾ. ചില കേസുകളിൽ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അത്തരം കേസുകളാണ് പറയുന്നത് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്.
അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു, എന്നിട്ട് അതിലൊരു പാർട്ടി പറയാണ് ഇത് പെർഫോം ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിയാൻ കഴിയില്ല. അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി. കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഒരു സ്പെസിഫിക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്ട് എൻ്റർ ചെയ്തു. പക്ഷെ ആ സപ്ലയർ പിന്നീട് പറയുകയാണ് ഈ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല മാർക്കറ്റിൽ, അതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ദെൻ ഡിഫോൾട്ട് ഓഫ് എ തേർഡ് പാർട്ടി. ചില കേസുകളിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ആക്ട് ഈ കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാക്കി മാറ്റിയെന്ന് പറയുന്നത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ എ ബിക്ക് ഒരു 100 ചാക്ക് അരി ഡെലിവർ ചെയ്യുക എന്നുള്ള കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തു. ദെൻ എ ഈ അരി പർച്ചേസ് ചെയ്യുന്നത് സപ്പോസ് സെഡിന്റെ കയ്യിൽ നിന്നാണ് വിചാരിക്കുക. അപ്പോൾ സെഡിന്റെ കയ്യിൽ നിന്ന് എക്ക് ആ 100 ചാക്ക് അരി കിട്ടിയില്ല. ആ കിട്ടാത്തതുകൊണ്ട് എ ബിനോട് പറയാണ് ആ അരി എനിക്ക് സെഡ് ഡെലിവറി ചെയ്തിട്ടില്ല, എനിക്ക് സപ്ലയർ ചെയ്യേണ്ട ആള് സെഡ് ആണ്, സെഡ് എനിക്ക് തരാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയുടെ ഡീഫോൾട്ട് കാരണം ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല. അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി അല്ല. ദെൻ സ്ട്രൈക്സ്, ലോക്ക് ഔട്ട് ആൻഡ് സിവിൽ ഡിസ്റ്റർബൻസസ്. ചില കേസുകൾ കമ്പനിയിൽ സ്ട്രൈക്കുകൾ ഉണ്ടാവാം, ഓണേഴ്സ് ലോക്കൗട്ട്സ് നടത്താം. ഇത്തരം കേസുകളിലൊന്നും കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ദെൻ ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദി ഒബ്ജക്ട്സ് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി. അതായത് ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളിലൊക്കെ വരും. അത്തരം കേസുകൾ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരു വ്യക്തി ചെന്നൈയിൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ബൈ ട്രെയിനാണ്, അയാളുടെ കൂടെ അയാളുടെ ഫാമിലി ഒക്കെ ഉണ്ട്. ദെൻ അവരുടെ പ്ലാൻ പ്രകാരം അവർ ഒരു കാറ് റെന്റിന് എടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ഡേ സെമിനാർ അറ്റൻഡ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ ചെന്നൈ ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് റിട്ടേൺ ബൈ ട്രെയിൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ദെൻ എ എന്ന് പറയുന്ന വ്യക്തി ചെന്നൈയിൽ പോയിട്ട് അവിടെ കറങ്ങാൻ അല്ലെങ്കിൽ ആ സെമിനാർ അറ്റൻഡ് ചെയ്യാനും 2 പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കാറ് റെന്റിന് എടുക്കാനുള്ള തീരുമാനത്തിൽ ഒരു റെന്റ് കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജന്റിൽ ഒരു കാറിന് ബുക്ക് ചെയ്തിരുന്നു. ദെൻ ഈ ബുക്ക് ചെയ്ത പ്രകാരം അവർ ചെന്നൈയിൽ എത്തിയിട്ട് കാറ് റെന്റിന് എടുക്കാൻ എ എന്ന് പറയുന്ന വ്യക്തി ആ ഏജന്റിന്റെ അടുത്ത് ചെല്ലുകയാണ്. സോ ഏജന്റ് അടുത്ത് ചെല്ലുമ്പോൾ ഏജന്റ് പറയുകയാണ് നിങ്ങൾ പറഞ്ഞിരുന്ന സെമിനാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്ത വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സോ നിങ്ങൾക്ക് കാറ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാറ് ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇവിടെ ഇവര് കാർ എടുക്കുക എന്നുള്ള ഉദ്ദേശം ആ സെമിനാർ അറ്റൻഡ് ചെയ്യാനായിരുന്നു. സെമിനാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ കാർ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി അറിഞ്ഞതുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ ഇനി കാർ ഇല്ലാതെ വന്നാൽ അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആവുന്നില്ല. കാരണം സെമിനാർ ക്യാൻസൽ ചെയ്താലും ഇവർക്ക് വേറൊരു ഒബ്ജക്റ്റും കൂടിയുണ്ട്, ചെന്നൈ കറങ്ങി കാണുക എന്നുള്ളത്. സോ അവിടെ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി എന്നുള്ളൊരു കേസ് വരികയാണ്. ഇങ്ങനെ പാർഷ്യൽ ഇമ്പോസിബിൾ ആയ കേസുകൾ അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി. ചില കേസുകളിൽ കോൺട്രാക്റ്റിലെ പാർട്ടിയുടെ എന്തെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരാം. അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി. അത് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇങ്ങനെ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത കേസുകളിലൊക്കെ ആ അഗ്രീഡ് പാർട്ടി, മീൻസ് ആരാണോ സഫർ ചെയ്തിട്ടുള്ളത് അവർക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. അതിൽ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയും സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റിയും പറഞ്ഞു. സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ഉണ്ടാകുന്ന ചില കേസുകൾ പറഞ്ഞു. ദെൻ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി അപ്ലിക്കബിൾ അല്ലാത്ത കേസും പറഞ്ഞു. അടുത്ത ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. A contract is said to be discharged by breach of contract if any party to the contract refuses or fails to perform his part of the contract or by his act makes it impossible to perform his obligation under the contract. അതായത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ അതിലെ പാർട്ടീസിന് അവരുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
ആ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യാതെ വരുമ്പോൾ അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ലംഘിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെ ബ്രീച്ച് സംഭവിച്ചാൽ അത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാകാം. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ആകാം, ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ആകാം. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്: when a party to a contract refuses to perform his part of the contract before the due date of performance, it is known as anticipatory or constructive breach of contract. അതായത് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട സമയത്തിന് മുമ്പേ, അതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുമ്പേ ആ ഒരു പാർട്ടി ആ പെർഫോം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് മുൻകൂട്ടി ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയാം. എക്സാമ്പിൾ: എ അഗ്രീസ് ടു സെൽ 100 bags of sugar to B for ₹24,000 on 10th January. But on 1st January, A informs B that he will not supply the sugar. അതായത് എ ഒരു 100 bags of sugar ബിക്ക് 10th ജാനുവരിക്ക് 24,000 രൂപക്ക് ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് അഗ്രിമെന്റ്. ദെൻ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേറ്റ് 10th ജാനുവരി ആണ്. പക്ഷെ 10th ജാനുവരി എത്തുന്നതിന് മുമ്പേ 1st ജാനുവരി തന്നെ എ ബിയെ ഇൻഫോം ചെയ്യാണ് ആ ഷുഗർ സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നത്. ഇവിടെ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതായത് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ദിവസത്തിന് മുമ്പേ ഇവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സോ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നോർമലി പ്രോമിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ദിവസം വരെ വെയിറ്റ് ചെയ്യും, അഥവാ അത് പെർഫോം ചെയ്യുകയാണെങ്കിലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷനും കാര്യങ്ങളും ക്ലെയിം ചെയ്യും. അതല്ലെങ്കിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്യാതെ തന്നെ അവർ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിൽ എൻറ്റർ ചെയ്യും. Then next one, actual breach of contract. Actual breach of contract occurs in the following two ways. അതായത് രണ്ട് തരത്തിൽ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടക്കാം. either one on due date of performance or second one during the course of performance. അതായത് first one on due date of performance. If a party to a contract fails to perform his obligation at the specified time, he is liable for its breach. അതായത് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആ ദിവസമാണ് ആ പ്രോമിസർ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ അത് തൊട്ടു മുമ്പ്, അതായത് പെർഫോം ചെയ്യുന്ന ദിവസങ്ങൾ മുമ്പൊന്നും അറിയിക്കാതെ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ആക്ച്വൽ ബ്രീച്ച് ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്. എക്സാമ്പിൾ: എ അഗ്രീസ് ടു ഡെലിവർ ബി 100 bags of rice on 31st January and failed to do so on that day. ജനുവരി 31-ന് എ ബിക്ക് 100 ബാഗ് റൈസ് ഡെലിവറി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ ആ 31st ജാനുവരിക്ക് ഒന്നും ഡെലിവറി ചെയ്തില്ല. ദെൻ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പേ ഒന്നും അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇതിന് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്. ഇഫ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് എ പാർട്ടി ടു ഇറ്റ് either fails or refuses to perform his obligation, there is said to be actual breach during the performance of the contract. ചില കേസുകളിൽ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്ന സമയത്ത്, അതായത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കെ പെർഫോം ചെയ്തിരുന്ന, ദാറ്റ് മീൻസ് പ്രോമിസർ പറയാണ് ഇനി ഇത് പെർഫോം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുള്ള സാധനം ഇല്ല, അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയാം. Example: X agreed to Y to supply 100 sets of TV in 3 installments of 100 each. After 200 TV sets had been supplied, X informs Y to deliver no more. അതായത് എക്സ് വൈക്ക് ഒരു 300 TV ഡെലിവറി ചെയ്യാം എന്നുള്ള അഗ്രിമെൻ്റ് ആണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് 100 TV വെച്ച് 3 തവണയായിട്ടാണ് ഡെലിവറി ചെയ്യുക എന്നുള്ളത്. ഇവിടെ എക്സ് 200 TV സപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ പറയാണ് ഇനി സപ്ലൈ ചെയ്യൂല, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് പെർഫോമൻസ്. അതായത് കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പിന്നെ റിഫ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ആക്ച്വൽ ബ്രീച്ച് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്.
ഫസ്റ്റ് കേസിൽ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ഒന്നും തന്നെ പെർഫോം ചെയ്യുന്നില്ല. ദെൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സോ ഇത്രയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ 6 ടൈപ്സ് പറയാനുള്ളത്. എല്ലാ പോയിന്റ്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.